സ്വന്തമായൊരു തൊഴിൽ, അതും ഗവൺമെൻറ് ഉദ്യോഗം കൂടിയായാൽ ഏറ്റവും മികച്ചത്. നിങ്ങളുടെ അതിലേക്കുള്ള സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഈ ചാനലിലൂടെ. നമുക്ക് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കേരള അനിമൽ ഹസ്ബൻഡറിയിൽ വന്ന ഒഴിവുകളെ പറ്റിയാണ്. ഏകദേശം 352 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 20,065 രൂപ മുതൽ 61,100 രൂപ വരെ പ്രതിമാസം ലഭിക്കുന്ന ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ ജോലി തന്നെയാണ്, നേരിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ്. 19/4/2024 വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. വെറ്റിനറി സർജൻ MVU VET 156 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ കം അറ്റൻഡൻറ്റ് MVU DA അതും 156 ഒഴിവുകളാണുള്ളത്. വെറ്റിനറി സർജൻ PG 12 ഒഴിവുകൾ. വെറ്ററിനറി സർജൻ EUG 12 ഒഴിവുകൾ. ഡ്രൈവർ കം അറ്റൻഡൻറ്റ് MSU DA 12 ഒഴിവുകൾ. വെറ്റിനറി സർജൻ ഓരോ ഷിഫ്റ്റിലും ഒരാൾ എന്നുള്ള നിലക്ക് 3 എണ്ണം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ വെറ്റിനറി സർജൻ ടെലി വെറ്റിനറി മെഡിസിനിലേക്ക് ഒരു ഒഴിവും വന്നിട്ടുണ്ട്. ശമ്പളം പരിശോധിക്കുകയാണെങ്കിൽ വെറ്റിനറി സർജന് 44,020 രൂപ, അത് MVUക്കാണ് 44,020 രൂപ വരുന്നത്. 2 ഡ്രൈവർ കം അറ്റൻഡൻറ്റ്, അതിന് 20,065 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. 3 വെറ്റിനറി സർജൻ MSU PG, അത് 61,100 രൂപയാണ് വരുന്നത്. 4 വെറ്റിനറി സർജൻ MSU UG VET, അത് 56,100 രൂപയാണ്. അറ്റൻഡൻറ്റ്, അത് 20,065 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. പിന്നെ വെറ്റിനറി സർജൻ CC വെറ്റ്, അത് 44,020 രൂപയാണ് വരുന്നത്. അടുത്തത് വെറ്റിനറി സർജൻ ടെലി വെറ്റിനറി, അതിന് 44,020 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. വെറ്റിനറി സർജൻ MVUക്ക് 60 വയസ്സും ഡ്രൈവർ കം അറ്റൻറ്റിന് 45 വയസ്സ് വരെയും, വെറ്റിനറി സർജൻ MSU PGക്ക് 60 വയസ്സ് വരെയും, വെറ്റിനറി സർജൻ MSU UGക്ക് 60 വയസ്സ് വരെ, ഡ്രൈവർ കം അറ്റൻഡൻറ്റ് 45 വയസ്സ് വരെ, വെറ്റിനറി സർജൻ CC 60 വയസ്സ് വരെ, വെറ്റിനറി സർജൻ ടെലി വെറ്റിനറി 60 വയസ്സ് വരെ. ഇനി അതിലേക്കുള്ള യോഗ്യതകൾ നമുക്ക് പരിശോധിക്കാം. കാറ്റഗറി 1 മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ, ഡോർ സ്റ്റെപ്പ്, ഡൊമോസിലിയറി വെറ്റിനറി സർവീസ് എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. 1 വെറ്റിനറി സർജൻ BVSC AH KSVC രജിസ്ട്രേഷൻ, മലയാളത്തിലുള്ള പ്രവർത്തന പരിജ്ഞാനം, LMV ലൈസൻസ്. 2 ഡ്രൈവർ കം അറ്റൻഡൻറ്റ്, LMV ലൈസൻസും കഴിവുമുള്ള വ്യക്തിയായിരിക്കണം. വെറ്റിനറി സർജൻ MVSC ശസ്ത്രക്രിയ, KSVC രജിസ്ട്രേഷൻ, മലയാളത്തിലുള്ള പ്രവർത്തന പരിജ്ഞാനം, LMV ലൈസൻസാണ് വേണ്ടത്. വെറ്റിനറി സർജൻ BVSC വേൾഡ് വെറ്റിനറി സർവീസസിൽ നിന്നുള്ള സർജറിക്കുള്ള പരിശീലന സർട്ടിഫിക്കറ്റും KSVC രജിസ്ട്രേഷനും മലയാളത്തിലുള്ള പ്രവർത്തന പരിജ്ഞാനവും LMV ലൈസൻസും എന്നിവയ്ക്കൊപ്പം AH എന്നിവയാണ് വേണ്ടത്. പിന്നീട് വരുന്നത് ഡ്രൈവർ കം അറ്റൻഡറാണ്, അതിന് LMV ലൈസൻസും കഴിവുമുള്ള വ്യക്തിയാണ് വേണ്ടത്. അടുത്തത് കാറ്റഗറി 3 വെറ്റിനറി സർജൻ BVSC AH KSVC രജിസ്ട്രേഷൻ, മലയാളത്തിലുള്ള പ്രവർത്തന പരിജ്ഞാനം, LMV ലൈസൻസ്. അടുത്തത് വെറ്റിനറി സർജൻ ടെലി വെറ്റിനറി, അതിന് വേണ്ട യോഗ്യത BVSC AH KSVC രജിസ്ട്രേഷൻ, മലയാളത്തിലുള്ള പ്രവർത്തന പരിജ്ഞാനം, LMV ലൈസൻസ്. ഇതിന് യാതൊരുവിധ അപേക്ഷാ ഫീസും തന്നെ ആവശ്യമില്ല. ഇതിൻ്റെ തിരഞ്ഞെടുക്കൽ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്യോഗാർത്ഥികൾ നൽകുന്ന വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അപേക്ഷ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വിധേയമായ ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂവിനുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ യോഗ്യതാ ലിസ്റ്റിൽ നിന്നും വെറ്റിനറി സർജന്മാരുടെ തിരഞ്ഞെടുപ്പും നിയമനവും അഭിമുഖത്തിൽ അവരുടെ പ്രകടനത്തെ അടിസ്ഥാനമൊക്കെ ആയിരിക്കും. ഡ്രൈവർ ടെസ്റ്റും മറ്റ് കാര്യങ്ങൾ, ഇൻ്റർവ്യൂവും എന്നിവയിലെ എല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥരെ നിയമനം ഉണ്ടാവുക. അപേക്ഷിക്കേണ്ടത് വിധം നമുക്ക് വെറ്റിനറി സർജൻ, ഡ്രൈവർ കം അറ്റൻഡൻറ്റ് എന്നിവയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ
ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അനുയോജ്യമായ ഓപ്ഷനുകൾ കണ്ടെത്തി അപേക്ഷകൾ സമർപ്പിക്കാം. ഏപ്രിൽ 19 വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻ, തൊഴിൽ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.